ഇന്നെങ്കിലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കും, പ്രഖ്യാപിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് KPCC ആസ്ഥാനവും. ഇന്ദിരാഭവനിൽ രാവിലെ മുതൽ പ്രവർത്തകരുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം മുഖ്യമന്ത്രി അന്ന് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ദിവസം പായസം വെക്കാനുള്ള ഒരുക്കുകൂട്ടലൊക്കെ നടത്തിയിരുന്നു. ഇപ്പം കേക്ക് മുറിക്കാനുള്ള സംവിധാനവും പ്രവർത്തകരൊക്കെ തന്നെ വലിയ തിരക്കായിരുന്നു KPCC ആസ്ഥാനത്ത്. പക്ഷേ ഇന്ന് അത്ര തിരക്കില്ല. എങ്കിൽ പോലും പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. നേതാക്കൾ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അല്പസമയത്തിനകം മുഖ്യമന്ത്രി ആര് എന്നുള്ളത് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പ്രവർത്തകരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കുറച്ച് പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണോ ഇവിടെ നിൽക്കുന്നത്? അതെ, പ്രതീക്ഷയിൽ തന്നെ. വൈകുന്നത് ജനങ്ങൾക്കിടയിൽ ഒരു അപമതിപ്പുണ്ടാക്കിയില്ലേ? ഒന്നുമില്ല, ഇതൊരു വലിയ പാർട്ടിയല്ലേ. അപ്പോൾ അതിൻ്റെതായ ഒരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. ഈ ഏതെങ്കിലും തരത്തിലുള്ള പായസം വെക്കാനോ കേക്ക് മുറിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടോ? എല്ലാ ഒരുക്കങ്ങളും പാർട്ടി എല്ലാത്തിനും സജ്ജമാണ്. ഞങ്ങൾ എല്ലാ ദിവസവും പ്രഖ്യാപിക്കാനുള്ള താല്പര്യം പാർട്ടി പ്രകടിപ്പിച്ചപ്പോഴൊക്കെ എല്ലാ രീതിയിലും സജ്ജരാണ്. ആരാകും മുഖ്യമന്ത്രി എന്നുള്ള എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അങ്ങനെയില്ല, ഹൈക്കമാൻഡ് പറയുന്ന ആരായാലും ഞങ്ങൾക്ക് സ്വീകാര്യനാണ്. ഓക്കെ, ആരായാലും സ്വീകരിക്കും. എന്താണ് എങ്ങനെയാണ് ആഘോഷങ്ങളൊക്കെ? തീർച്ചയായിട്ടും VD സതീശൻ മുഖ്യമന്ത്രിയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഒരു മണ്ഡല സെക്രട്ടറിയാണ്. VD സതീശൻ മുഖ്യമന്ത്രി വന്ന് എൻ്റെ ആഗ്രഹം. എന്താ ആര് മുഖ്യമന്ത്രിയായാലും കേരളത്തിലെ ആര് മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് ആര് പറയുന്നോ അത് അംഗീകരിച്ചുകൊണ്ട് കേരളത്തെ മുഖ്യമന്ത്രി ഞങ്ങൾ വാനോട് ഉയർത്തിക്കൊണ്ടിരുന്നു പ്രകടനം മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട്. ആരായാലും കേരളത്തിൽ കോൺഗ്രസിന്റെ ആര് മുഖ്യമന്ത്രിയായാലും ഹൈക്കമാൻഡ് പറയുന്ന ഏത് മുഖ്യമന്ത്രി ആയാലും ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട്. എങ്ങനെയാണ് പ്രതീക്ഷകളൊക്കെ? എങ്ങനെയാണ്? നല്ല പ്രതീക്ഷയാണ്. ആരാകും മുഖ്യമന്ത്രി? ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ആരെയും കോൺഗ്രസ് പ്രവർത്തകർ ശിരസ വഹിക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്തായാലും പ്രജിനി, തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ ഫ്ലെക്സ് യുദ്ധമൊക്കെ നടത്തുന്ന, തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ശക്തി പ്രകടനമൊക്കെ തന്നെ നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം. പക്ഷേ ഇന്നിപ്പോൾ KPCC ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നവർ ഹൈക്കമാൻഡ് ആരെ തീരുമാനിക്കുന്നോ അതവർ അംഗീകരിക്കും, സ്വീകരിക്കും, വലിയ ആഘോഷമായി മാറ്റും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. പ്രജിനാമൃത. യെസ്, റിനു ശ്രീധരാണ് ഇന്ദിരാഭവനിൽ നിന്നുള്ള പ്രവർത്തകരുടെ വികാരങ്ങൾ എന്താണെന്ന് റിപ്പോർട്ട് ചെയ്തത്. അവർ പറയുന്നത് മിക്സഡ് റിയാക്ഷൻസ് ആണ് അല്ലേ? അപ്പോൾ എന്തായാലും ഒരു പേര് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഒരുമിച്ച് മുദ്രാവാക്യം വിളിച്ച് അതിനെ ആഘോഷമാക്കുമെന്ന് ഏറ്റവും ഒടുവിൽ ഒരു പ്രവർത്തകൻ പറയുന്നത് കേട്ടു. അത് നല്ല തീരുമാനം, അങ്ങനെ പോകട്ടെ. ഗ്രൂപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ അത് വീണ്ടും പാർട്ടിയെ കൂടുതൽ കുഴപ്പത്തിലേക്കാക്കും